ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് പാത്തോളജിയിലെ ലോങ്സ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. റൈറ്റ് ദി എത്തിയോപാത്തോളജിക്കൽ ചേഞ്ചസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇൻ പ്രൈമറി ട്യൂബർക്കുലോസിസ്. അപ്പോൾ നമുക്ക് പ്രൈമറി ട്യൂബർക്കുലോസിസ് എന്താണെന്ന് നോക്കാം. ട്യൂബർക്കുലോസിസ് is a communicable chronic granulomatous disease caused by mycobacterium tuberculosis. അപ്പോൾ ട്യൂബർക്കുലോസിൻ്റെ കോസറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. ഒരു കമ്മ്യൂണിക്കബിൾ ക്രോണിക് ആയിട്ടുള്ള ഡിസീസാണ്. കമ്മ്യൂണിക്കബിൾ ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഡിസീസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് ഈസ് കോസ്ഡ് ബൈ, എങ്ങനെയാണ് ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്നത്? അത് മെയിൻലി മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഹോംലിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ബോവിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഏവിയം ആൻഡ് ഇൻട്രസെല്ലുലാർ. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഹോംലിസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ എത്തിയോളജി ഇൻ ഹ്യൂമൻ ബീങ്സ്. ബോവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ മിൽക്ക്, അത് കൗസ് സ്പ്രെഡിങ് ടു ഹ്യൂമൻ ബീങ് ത്രൂ മിൽക്ക്, അതായത് മിൽക്കിലൂടെ സ്പ്രെഡ് ആവുന്നതിനാണ് നമ്മൾ ബോവിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏവിയം ആൻഡ് ഇൻട്രസെല്ലുലാർ എന്ന് പറഞ്ഞാൽ HIV, എയ്ഡ്സ്, ഇൻഫെക്ഷൻ വിത്ത് പേഷ്യൻസ് വിത്ത് എയ്ഡ്സ് ഒക്കെ, അതൊക്കെയാണ് ഏവിയം ആൻഡ് ഇൻട്രസെല്ലുലാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹോംലിസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ്, ബോവിസ് എന്ന് പറഞ്ഞാൽ ത്രൂ മിൽക്ക്, ദെൻ ഇൻട്രസെല്ലുലാർ ഏവിയം ആൻഡ് ഇൻട്രസെല്ലുലാർ എന്ന് പറഞ്ഞാൽ എയ്ഡ്സ്, പേഷ്യൻസ് വിത്ത് എയ്ഡ്സ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്കോബാക്ടീരിയ. എന്താണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്? ഈ മൈക്കോബാക്ടീരിയ എന്ന് പറയുന്നത് സ്ലെൻഡർ ആയിരിക്കും, റോഡ് ഷേപ്പ് ആയിരിക്കും, നോൺ മോട്ടൈൽ ആയിരിക്കും, അത് മൂവ് ചെയ്യത്തില്ല. മോട്ടൈൽ മീൻസ് മൂവ്മെൻറ്റ്, നോൺ മോട്ടൈൽ മീൻസ് അത് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ നോൺ സ്പോർ ഫോമിംഗ് ആയിരിക്കും. എയറോബിക് ബാക്ടീരിയ ആയിരിക്കും. എയറോബിക് എന്ന് വെച്ചാൽ എന്താ? ഓക്സിജൻ പ്രസൻസ് ഉണ്ടാവും. എയറോബിക് ആൻഡ് അനൈറോബിക്. അനൈറോബിക് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഓക്സിജൻ. സോ എയറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ടാവും. പിന്നെ മെഷറിംഗ് 2 to 10 μm ഇൻ ലെങ്ത്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്ലെൻഡർ ആണ്, റോഡ് ഷേപ്പാണ്, നോൺ മോട്ടൈലാണ്, നോൺ സ്പോറിംഗ് ആണ്, എയറോബിക് ആണ്, മെഷറിംഗ് 2 to 10 μm ഇൻ ലെങ്ത്. അപ്പോൾ ആദ്യം നമ്മൾ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്താണെന്ന് പഠിച്ചു, ഡെഫിനിഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കോസസ് എത്തിയോളജി പഠിച്ചു. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്കോബാക്ടീരിയ. അടുത്തത് പ്രൈമറി ട്യൂബർക്കുലോസിസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈറ്റ് ദി എത്തിയോപാത്തോളജിക്കൽ ചേഞ്ചസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇൻ പ്രൈമറി ട്യൂബർക്കുലോസിസ്. സോ പ്രൈമറി ട്യൂബർക്കുലോസിസ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ ഇൻഫെക്ഷൻ വിത്ത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഇൻ എ നോൺ സെൻസിറ്റൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആസ് കോൾഡ് ആസ് പ്രൈമറി ട്യൂബർക്കുലോസിസ്. ഓക്കെ, സോ ഇനിഷ്യൽ ഇൻഫെക്ഷൻ വിത്ത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഇൻ എ നോൺ സെൻസിറ്റൈസ്ഡ് ഇൻഡിവിജ്വൽസ്, അതാണ് പ്രൈമറി ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കതിൻ്റെ ഒരു പാത്തോജനസിസ് നോക്കാം, ഒരു പാത്തോളജി നോക്കാം. ഫസ്റ്റ് ടൈം when the viral tubercle bacilli are deposited in the tissue, they primarily infect macrophages. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? വൈറൽ ആൻഡ് ട്യൂബർക്കുലാർ ബേസിലി ഡിപ്പോസിറ്റ് ആവുന്നു, ടിഷ്യൂവിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, പ്രൈമർലി ഇൻഫെക്ട് മാക്രോഫേജസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വൈറൽ ആൻഡ് ട്യൂബർക്കൽ ബേസിലി ആർ ഡിപ്പോസിറ്റഡ്, ഇൻഫെക്ട് മാക്രോഫേജസ്. In the lung, they undergo endocytosis into the alveolar macrophages through macrophage receptors like Mannose receptor and complement receptors. അത് കഴിഞ്ഞ് ലങ്ങിൽ നിന്ന് അത് സ്പ്രെഡ് ആവുന്നു. ലൈക്ക് അത് they undergo endocytosis into the alveolar macrophages through macrophage receptors like Mannose receptors and complement receptors. പിന്നെ അവിടെ പ്രോളിഫറേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോളിഫറേഷൻ ഓഫ് ബേസിലി വിത്തിൻ മാക്രോഫേജ്, നമ്മൾ പറഞ്ഞു പ്രൈമർലി ഇൻഫെക്ട് മാക്രോഫേജ് ആണ്. അത് കഴിഞ്ഞിട്ട് അത് ലങ്ങിൽ പോയിട്ട് അത് സ്പ്രെഡ് ആവുന്നു. അതിനുശേഷം പ്രോളിഫറേഷൻ ഓഫ് ബേസിലി വിത്തിൻ മാക്രോഫേജസ്. ആഫ്റ്റർ ദാറ്റ് മാക്രോഫേജ് റപ്ചർ ആവുന്നു. മാക്രോഫേജ് പ്രോളിഫറേഷൻ ടേക്സ് പ്ലേസ് ചെയ്തു, മാക്രോഫേജ് റപ്ചറായി റിലീസ് ബേസിലി, ദെൻ ബാക്ടീരിയമia. ഇത്രയും മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൈറൽ ആൻഡ് ട്യൂബർക്കുലർ ബേസിലി ആർ ഡിപ്പോസിറ്റഡ്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, primarily infect macrophages. Third point, in the lung it undergo endocytosis into the alveolar macrophages through the macrophage receptors. Okay, through the macrophage receptors. Third one, proliferation of bacilli within macrophages. After macrophage rupture, the next point, release bacilli, bacteremia, tubercular bacilli. അടുത്തത് എന്താണ് മോർഫോളജി? മോർഫോളജി ഓഫ് പ്രൈമറി ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞാൽ സൈറ്റ് അതായത് നമുക്ക് സൈറ്റ് നോക്കാം. ലങ്ങിലായിരിക്കും. ലങ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ സൈറ്റ്. പിന്നെ ഇൻഡസ്ട്രീൻ ഉണ്ടാവാം, ടോൺസിൽ ഉണ്ടാവാം, സ്കിന്നുണ്ടാവാം. സ്കിന്ന് റെയർ കണ്ടീഷനാണ്. അപ്പോൾ ലങ്, ഇൻഡസ്റ്റൈൻ, ടോൺസിൽ, സ്കിൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരാം: ലങ്, ഇൻഡസ്റ്റൈൻ, ടോൺസിൽ, സ്കിൻ. ഓക്കെ, നെക്സ്റ്റ് മീൻസ് ഗോൺ ലീഷൻസ്. നമുക്ക് പ്രൈമറി ഇൻഫെക്ഷൻ്റെ എത്തിയോപാത്തോളജിൻസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഫോളോയിങ് ഇൻഹലേഷൻ ട്യൂബർക്കൽ ബേസിലി ഗെറ്റ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ദി ഡിസ്റ്റൽ എയർ പേസസ്. ട്യൂബർക്കൽ ബേസിലി ഡിപ്പോസിറ്റ് ആവുന്നു. അപ്പോൾ സൈറ്റ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ പാർട്ട് ഓഫ് ദി അപ്പർ ലോബിലോ അല്ലെങ്കിൽ അപ്പർ പാർട്ട് ഓഫ് ദി ലോവർ ലോബിലോ ആയിരിക്കും. അതായത് എന്താ? ഈ ഫോളോയിങ് ഇൻഹലേഷനിൽ ട്യൂബർക്കൽ ബേസിലി ഡിപ്പോസിറ്റ് ആവുന്നു. ആ സൈറ്റ് ഓഫ് ഡിപ്പോസിഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ലോവർ പാർട്ട് ഓഫ് ദി അപ്പർ ലോബോ അല്ലെങ്കിൽ അപ്പർ പാർട്ട് ഓഫ് ദി ലോവർ ലോബോ ആയിരിക്കും. നെക്സ്റ്റ്
2 to 3 weeks, about 2 to 3 weeks after the infection കഴിഞ്ഞ് ഒരു 2 to 3 weeks കഴിയുമ്പം ഒരു ഗ്രേ വൈറ്റ് ഏരിയ ഡെവലപ്പ് ചെയ്യും ലങ്ങിൽ. അതിനെയാണ് നമ്മൾ ഗോൺ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ ട്യൂബർക്കിൾ ബേസിലി ആർ ക്യാരിഡ് എലോങ് വിത്ത് ലിംഫറ്റിക് ടു ദ റീജിയണൽ ഡ്രെയിൻസ്. അത് വേണമെന്നില്ല, നമുക്ക് ഇത്രയും മതി. അതായത് ഗോൺ ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബർക്കിൾ ബേസിലി ഫോളോയിങ് ഇൻഹലേഷനിൽ ട്യൂബർക്കിൾ ബേസിൽ ഡിപ്പോസിറ്റ് ആവുന്നു. സൈറ്റ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ലോവർ പാർട്ട് ഓഫ് ദി അപ്പർ ലോബിലോ അല്ലെങ്കിൽ അപ്പർ പാർട്ട് ഓഫ് ദി ലോവർ ലോബിലോ ആവാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 2 to 3 weeks കഴിഞ്ഞൊരു ഗ്രേ വൈറ്റ് ഏരിയ ഡെവലപ്പ് ആവും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഗോൺ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗോൺ കോംപ്ലക്സ് ഉണ്ട്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സബ്പ്ലൂറൽ പാരൻകൈമൽ ലങ് ലീഷൻ ആൻഡ് റീജിയണൽ ലിംഫ് നോഡ് ഇൻവോൾവ്മെൻറ്റ്. സബ്പ്ലൂറൽ പാരൻകൈമൽ ലങ് ലീഷൻ്റെയും റീജിയണൽ ലിംഫ് നോഡിൻ്റെയും ഇൻവോൾവ്മെൻറ്റ്, അതാണ് ഗോൺ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമുക്ക് അത്രയും മതി. അതായത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സബ്പ്ലൂറൽ പാരൻകൈമൽ ലങ് ലീഷൻ ആൻഡ് റീജിയണൽ ലിംഫ് നോഡ് ഇൻവോൾവ്മെൻറ്റ്. ഇനി ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അസിംപ്റ്റോമാറ്റിക് ഇൻഫെക്ഷനാണ്. പിന്നെ ഫീവർ ഉണ്ടാവാം, പ്ലൂറിറ്റിക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവാം, ഫെറ്റീക്ക് ഉണ്ടാവാം, കഫ്, ഫാരഞ്ചൈറ്റിസ്. നോർമൽ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമുക്ക് എപ്പോഴും ടയർഡ്നെസ് ഉണ്ടാവും, ഫെറ്റീക്ക് ഉണ്ടാവും, കഫ് അതൊരു മെയിൻ സിംറ്റമാണ്. പിന്നെ ചെസ്റ്റ് പെയിൻ, ഫീവർ, അതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചെസ്റ്റ് റേഡിയോഗ്രാഫി ചെയ്യാം. ചെസ്റ്റ് റേഡിയോഗ്രാഫി നോർമൽ റേഡിയോഗ്രാഫി ഇതൊരു ഒരു ചെസ്റ്റ് റേഡിയോഗ്രാഫിൻ്റെ ഒരു പിക്ചർ കൊടുത്താണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റിന് ലാബ് ഡയഗ്നോസിസ് എന്തൊക്കെ നമുക്ക് ഡയഗ്നോസ് എങ്ങനെയൊക്കെ ചെയ്യാം. സ്പ്യൂട്ടം ഫോർ FB, ലാരഞ്ചൽ സ്വാബ് കളക്ട് ചെയ്യാം. പിന്നെ നീഡിൽ ആസ്പിറേഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാംസ്. നമുക്ക് എല്ലാ ഡയഗ്നോസിസിൻ്റെ അപ്പോൾ ആദ്യം ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ എഴുതാം. എന്നിട്ട് സ്പ്യൂട്ടം ഫോർ AFB, ലാരഞ്ചൽ സ്വാബ് ഫോർ AFB, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈമറി ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്.